മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞ് മുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 2 സബോള കുക്കറിലാണ് വേവിച്ചിരിക്കുന്നത്. വാടി വരുമ്പോഴൊക്കെ നേരം വൈകുമല്ലോ, അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കുക്കറിൽ 2 സബോള വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മുട്ടക്കറി ചെയ്ത് കഴിഞ്ഞാൽ സബോള വാട്ടി വരുമ്പോൾ സമയം കുറേ പിടിക്കും. ഇതിപ്പോൾ വെള്ളപ്പത്തിലേക്കാണ്. ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വരുന്നുണ്ട്. കുറച്ചും കൂടെ വാടിയിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. സബോള വാട്ടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. വാടില്ല ചില സബോളകൾ. നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മുളകും പൊടി ചേർത്തു, പിന്നെ മല്ലിപ്പൊടി ചേർത്തു. ഒന്ന് ചൂടാക്കി കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. പൊടികൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സബോള അതിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നടുമുറിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണ്. എരിവൊക്കെ ഇപ്പോൾ മോൾക്കിപ്പോൾ എരിവ് കുറച്ചാൽ വേണ്ടു. ആദ്യമൊക്കെ നല്ല എരിവ് കഴിച്ചിരുന്നു, ഇപ്പോൾ കുറച്ചാൽ വേണ്ടു. അപ്പോൾ ഞാൻ എരിവ് കുറവാണ് ഇട്ടിട്ടുള്ളത്. ഈ മുട്ടയുടെ ഉള്ളിൽ എരിവൊക്കെ പിടിക്കാനായിട്ടാണ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് മുട്ടയിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അങ്ങനെ നമ്മളുടെ മുട്ടക്കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ സബോള വാട്ടും വേണ്ട. എന്നും ഒരുപോലെ ഉണ്ടാക്കണമെന്നില്ലല്ലോ. എളുപ്പപ്പണി ചെയ്യപ്പോൾ ചൂടുകാലത്ത് അടക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, ചൂടെടുത്തിട്ട്. അയ്യോ. അങ്ങനെ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.